ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ ബുക്കിലെ 11ാമത്തെ ചാപ്റ്ററായ മിസ്റ്ററി ഓഫ് സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. ഇവിടെ അദ്ദേഹം മിസ്റ്ററി ഓഫ് സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സെക്ഷൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് വേറൊരു എനർജി ഫോമായിട്ട് മാറ്റുകയും അത് നമ്മളുടെ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഫൂളിഷ്നെസ് ആയിട്ട് തോന്നും. ഇതെന്താണ് സെക്ഷൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് വേറെ എന്തെങ്കിലുമായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു മണ്ടത്തരമായിട്ട് തോന്നും. ഫസ്റ്റ് വായിക്കുമ്പോൾ നമുക്കത് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് വായിക്കുകയോ അല്ലെങ്കിൽ ഇനി വേറെ ആരുടെയെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ 1-2 പ്രാവശ്യം കേൾക്കുകയോ ചെയ്യണം. അപ്പോഴാണ് കുറച്ചും കൂടെ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ അത് പറഞ്ഞു തരാം. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മനുഷ്യന് ഏറ്റവും പവർഫുള്ളും സ്ട്രോങ്ങുമായിട്ടുള്ള ഒരു എനർജിയാണ് സെക്ഷൽ എനർജി എന്ന് പറയുന്നത്. ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യർക്ക് സെക്ഷൽ ഡിസയർ തോന്നിയാൽ അതൊരു സെക്ഷൽ ആക്റ്റൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലായിട്ട് അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അല്ലാതെ ആ എനർജി ഫോമിനെ കൺവേർട്ട് ചെയ്ത് വേറൊരു ഫോമിലോട്ട് ആക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ആക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സൊന്നുമല്ല. നമുക്ക് ആ സെക്ഷൽ ഡിസയർ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുകയും ആ ഒരു ഉദ്ദേശം, ആ ഒരു ഡിസയർ അവിടെ ഉണ്ടായിരിക്കുകയും നമ്മൾ ഹൈലി എനർജറ്റിക് ആവും. നമ്മുടെ തോട്ട് പ്രോസസ്സും മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ വലിയ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അങ്ങനെ നമുക്ക് നേട്ടങ്ങൾ നേടാനായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ അദ്ദേഹം ഈ ബുക്കിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ വെള്ളത്തിന് അതിൻ്റെ എനർജി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഡാമിൽ കെട്ടി നിർത്തുന്നു, അത് ടെമ്പററി ആയിട്ട് കെട്ടി നിർത്തുന്നു, എന്നിട്ട് നമ്മൾ ആ എനർജി ഫോമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പിന്നെ നമ്മളത് തുറന്നു വിടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളാരും നിങ്ങളുടെ സെക്ഷൽ ഡിസയറിനെ സപ്രസ് ചെയ്യാനല്ല പറയുന്നത്. സപ്രസ് ചെയ്ത് വേണ്ടാന്ന് പറഞ്ഞ് അടക്കി വെക്കുകയല്ല ചെയ്യേണ്ടത്. അതിനെ നമ്മൾ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വൈഫ് പറയും, ഇന്ന സ്ഥലങ്ങൾ നിങ്ങൾ പിടിച്ചടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വന്തമാണ് എന്ന് പറയും. അപ്പോൾ ഈ ഇഷ്ടപ്രണയിനിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലങ്ങൾ പിടിച്ചടക്കിയാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാവുമ്പോൾ അതിൻ്റെ ബാക്കിൽ, അതായത് ആ കാര്യം നേടാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്നത് ഡിസയർ എന്ന് പറയുന്നത് സെക്ഷൽ ഡിസയറാണ്. പക്ഷേ അപ്പോൾ പ്രണയിനെ സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ മൊത്തമായിട്ടൊരു കൂട്ട് കിട്ടുക എന്നതാണ്. അതുകൊണ്ട് ഇത് മാത്രമാണ് ഉദ്ദേശം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് അങ്ങനെ പ്രണയിനിയെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം വരുമ്പോൾ ഹൈലി എനർജറ്റിക് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അത് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ എക്സാമ്പിൾ ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ പരീക്ഷ എഞ്ചിനീയറിംഗിൽ ഫെയിലായിട്ട് നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ജോലി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തവരായിരിക്കും, വീട് ഇതുവരെ വെച്ചിട്ടില്ലാത്തവരായിരിക്കും. ഇവരൊക്കെ ഒരു ശരി, എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പ്രണയിനിയെ സ്വന്തമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഇംപ്രഷൻ നേടണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഡിസയറിന് അവരത് കൺവേർട്ട് ചെയ്യുന്നതാണെന്നൊന്നും അവർ മനസ്സിലാക്കുന്നൊന്നുമല്ല കേട്ടോ. അത് നമുക്ക് അവിടെ നടക്കുന്നതാണ് ആ കൺവേർഷൻ. അവരുടെ ആ ഡിസയർ കൺവേർട്ടായി വരുന്നതാണ് ആ ചെയ്യാനുള്ളൊരു ഫോഴ്സ് വരുന്നത്. അതേസമയം നമ്മൾ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ളൊരു പുരുഷനെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അത്രയും എനർജറ്റിക് ആയിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവർ അതൊരു ഫിസിക്കൽ ആക്റ്റിൽ അവിടെ തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ എനർജിയെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക്, വിജയങ്ങളിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, നേട്ടങ്ങൾ നേടിയിട്ടുള്ളവരെല്ലാം വലിയ സെക്ഷൽ നേച്ചർ ആയിരുന്നു. അവരുടെ എനർജിയെ കൺവേർട്ട് ചെയ്ത് അവരുടെ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചവരായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. ഇവിടെ തന്നെ അദ്ദേഹം 10 സ്റ്റിമുലേസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ സെക്ഷൽ ഡിസയറിനെ കുറിച്ചിട്ട് പറഞ്ഞു എന്ന് പറയുന്നത് പോലെ തന്നെ 10 സ്റ്റിമുലയെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് വണ് സെക്ഷൽ ഡിസയർ തന്നെയാണ്. രണ്ടാമത്തത് സ്നേഹം, ലവ്. മൂന്നാമത്തത് മണിക്കും പവറിനും വേണ്ടിയിട്ടുള്ള ആഗ്രഹം. നാലാമത്തത് ഫ്രണ്ട്ഷിപ്പ്. അഞ്ചാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ച മാസ്റ്റർ മൈൻഡിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരേ മ്യൂച്വൽ സഫറിങ്. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ട് വേറൊരാൾ അനുഭവിക്കുമ്പോൾ
അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനും അവരെ സഹായിക്കാൻ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റും കാണും. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എന്താണ് ആ വിഷമം എന്നുള്ളത് എനിക്കറിയാം എന്നുള്ളത്. പിന്നെ ഓട്ടോ സജഷൻ, അതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ രണ്ടെണ്ണം ഫിയറും നാർക്കോട്ടിക്സ് ആൻഡ് ആൽക്കഹോൾ പറയുന്നുണ്ട്. ഫിയറും ഇത് രണ്ടും നെഗറ്റീവായിട്ടുള്ള സ്റ്റിമുലേസ് ആണ്. പക്ഷേ ഈ ഫിയർ എന്ന് പറയുന്ന സ്റ്റിമുലയും ചിലപ്പം നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. കാരണം ഇത്രാം തീയതിക്കുള്ളിൽ തീർക്കണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളെ ഇതിന് ശരിയാക്കത്തില്ല എന്നൊക്കെ പറയുമ്പം നമുക്ക് ആ ഭയം മൂലം നമ്മളത് ചെയ്യും. അപ്പോൾ ഫിയർ എന്നുള്ള അത് നെഗറ്റീവ് ആണെങ്കിലും ചില സമയം അത് പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് പ്ലേസ് നിൽക്കുന്നത് സെക്ഷൽ ഡിസയറിനാണ്. അത് പവർഫുള്ളാണ്, സ്ട്രോങ് ആണ്. അപ്പം അതിനെ നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കണമെന്നോ ഉപേക്ഷിക്കണമെന്നോ വേണ്ടാന്ന് വെക്കണമെന്നോ ഒന്നുമല്ല പറയുന്നത്. അതിനെ ശരിയായ രീതിയിൽ ചാനലൈസ് ചെയ്ത് നല്ലൊരു, അതായത് വേറെ ദിശയ്ക്ക് ഒഴുക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ നേടാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ഭയങ്കര ഒരു മോട്ടിവേഷനും അത് ചെയ്യാനായിട്ടുള്ളൊരു ഭയങ്കര എനർജിയും കിട്ടാൻ നമുക്ക് ഈ ചാനലൈസേഷനിൽ കൂടെ, അതായത് വേറൊരു വഴിയിൽ കൂടെ അതിനെ ഒഴുകാൻ വിട്ടാൽ നമുക്ക് നല്ല രീതിയിൽ അത് സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ജീവിതത്തിൽ എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു.